നമസ്കാരം, ഞാൻ പാർവതിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതിലൂടെ ഒരുപാട് ആൾക്കാരുടെ ശത്രുവാകും. എങ്കിൽ പോലും ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നേരിടുന്ന ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് ട്രാൻസുകളും ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ പലരും പറയാൻ മടിക്കുന്നെന്ന് മാത്രം. പലരുടെയും ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവമാണ് പ്രണയ സൗഹൃദ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ പ്രണയ സൗഹൃദ ബന്ധങ്ങളുണ്ടാവാം. ചിലർക്ക് ഒരേ ഒരു പ്രണയ സൗഹൃദ ബന്ധമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിലും അത്തരം പ്രണയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രണയം, സൗഹൃദം ഇവയിൽ ചിലപ്പോൾ സെക്സ് നടക്കാതിരിക്കാം. പക്ഷേ സെക്സ് എന്ന കാര്യം കിട്ടുവാൻ വേണ്ടി മാത്രം പ്രണയ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. അത് തികച്ചും തെറ്റ് തന്നെയാണ്. എന്റെ ലൈഫിലുണ്ടായ 99% പ്രണയ സൗഹൃദ ബന്ധങ്ങളിലും 1% പോലും ആത്മാർത്ഥത ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പലരും ഇൻബോക്സിനകത്ത്, ഇൻസ്റ്റയ്ക്കകത്തും അതുപോലെ FB-ലൊക്കെ ആണെങ്കിൽ പോലും പേഴ്സണലായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് പെൺകുട്ടികളും ചെയ്തിട്ടുണ്ട്, ട്രാൻസുകളും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പുരുഷന്മാരുടെ ലൈംഗിക ആവശ്യം അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഇവരെ വിളിക്കുക, മെസ്സേജ് അയക്കുക, മീറ്റ് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരുടെ സാമ്പത്തിക ആവശ്യം, ലൈംഗിക ആവശ്യം വരുന്ന സമയം വരെ മാത്രം ഭയങ്കര ചാറ്റിങ്ങും കോളിങ്ങും മെസ്സേജൊക്കെ ആയിരിക്കും. പക്ഷേ ഒന്നുകിലുള്ള സാമ്പത്തിക ആവശ്യം അല്ലെങ്കിൽ ലൈംഗിക ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മെസ്സേജോ കോളോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് അവരോട്ട് സെക്ഷലി ബന്ധപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ഇവരുമായി ശാരീരബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവരുടെ വികാരം തീരുന്നവരെ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവരുടെ ബീജം വരുന്നവരെ സമയം വരെ മാത്രം ഇവർക്ക് ഭയങ്കര സ്നേഹവും കെയറിങ്ങും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരുടെ ബീജം ഔട്ടായ ശേഷം ഉടനെ പിന്നെ ഇവർക്ക് എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന ഒരു വ്യഗ്രതയാണ്. പിന്നെ 1008 എക്സ്ക്യൂസ് ആണ്. അതുവരെ കുറെ ടൈം സ്പെൻഡ് ചെയ്യണം നിങ്ങളോട്, ഇനി കുറെ സമയം നിങ്ങളോട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറെ ടൈം നമുക്ക് സംസാരിക്കണം, കുറെ സമയം ആസ്വദിക്കണം എന്നൊക്കെ ഇവർ പറയും. പക്ഷേ ഇവരുടെ ഈ ബന്ധത്തിൽ ഇവരുടെ ലൈംഗിക ആവശ്യം അല്ലെങ്കിൽ ഇവരുടെ വികാരം തീർന്ന ശേഷം പിന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് 1008 എക്സ്ക്യൂസ് ആണ്. അതുവരെ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യണം എന്നായിരിക്കും ഇവർ പറയുന്നത്. പക്ഷേ ഈ ഒരു ആവശ്യം കഴിഞ്ഞ ശേഷം അവർക്ക് എത്രയും പെട്ടെന്ന് പോകണം, അച്ഛൻ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു, അവിടെ പോകണം, ഇവിടെ പോകണം. പിന്നെ അതുവരെ ഇല്ലാത്ത ഒരു 1008 കാരണങ്ങളാണ് ഇത്തരം പുരുഷന് പറയാറുള്ളത്. പിന്നീട് ഇത്തരം പുരുഷന്മാരുടെ ലൈംഗിക ആവശ്യം, സാമ്പത്തിക ആവശ്യം കഴിഞ്ഞ ശേഷം ഇവരുടെ മെസ്സേജോ കോളോ ഒന്നും നമുക്കുണ്ടാവില്ല. പിന്നെ കുറെ നാള്, ചിലപ്പോൾ 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം, ചിലപ്പോൾ 1-2 വർഷം ഒക്കെ ആയിരിക്കാം ഇവരുടെ മെസ്സേജോ കോളോ ഒന്നും ഉണ്ടാവാതിരിക്കുന്നത്. ചിലപ്പോൾ മാസമായിരിക്കാം, വർഷമായിരിക്കാം, ആഴ്ചകളായിരിക്കാം, അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കാം. എന്നിട്ട് കുറെ നാളിന് ശേഷം വീണ്ടും അവർക്കൊരു സാമ്പത്തിക ആവശ്യം അല്ലെങ്കിൽ ലൈംഗിക ആവശ്യം നേരിടുന്ന അവസ്ഥ വരുമ്പോൾ വീണ്ടും അവർ നമ്മളെ സമീപിക്കും. പിന്നുണ്ടാകുന്ന എക്സ്ക്യൂസുകൾ വീണ്ടും പഴയതുപോലാണ്. എന്റെ ഫോൺ നഷ്ടപ്പെട്ടു, എന്റെ സിം കളഞ്ഞുപോയി, നമ്പർ ഡിലീറ്റ് ആയിപ്പോയി, ഞാൻ പിന്നെ ഗൂഗിളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്തിട്ട് എടുത്തതാണ്, അക്കൗണ്ടിനകത്ത് സേവ് ചെയ്തിരുന്നു, ഫോൺ കളഞ്ഞുപോയി, ആ പഴയ ഫോൺ ശരിയാക്കിയിട്ട് റീസ്റ്റാർട്ട് എടുത്തതാണ്. ആദ്യമൊക്കെ ഇതൊക്കെ പെൺകുട്ടികളായാലും ട്രാൻസുകളായാലും വിശ്വസിച്ചിരുന്നു, ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് രണ്ടാമതും ഇത്തരം എക്സ്ക്യൂസായി പറഞ്ഞു വന്ന ശേഷം രണ്ടാമതും ഇവരുടെ സാമ്പത്തിക ആവശ്യം അല്ലെങ്കിൽ ലൈംഗിക ആവശ്യം കഴിഞ്ഞ ശേഷം വീണ്ടും പോകും. വീണ്ടും പോയ ശേഷം വീണ്ടും ഇതുപോലെ അവരുടെ മെസ്സേജ് ഉണ്ടാവില്ല, കോൾ ഉണ്ടാവില്ല, ഒരു തരത്തിലും ഇതും ഉണ്ടാവില്ല. പിന്നീട് വീണ്ടും ഈ പഴയ പല്ലവി പോലെ ഇത് ആവർത്തിക്കും. പക്ഷേ ഇവരെ സ്നേഹിക്കുന്ന പെൺകുട്ടികളായാലും ട്രാൻസ് ആയാലും ചെയ്യുന്നത് ഇവർക്കറിയാം ഇവരുടെ സ്നേഹം, സൗഹൃദം എല്ലാം ഫേക്കാണ്. പക്ഷെ ഇവര് തിരിച്ച് അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇവര് കാണിക്കുന്ന കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയും വീണ്ടും അവരെ ബന്ധം തുടരുന്നുണ്ട്. പക്ഷെ ഈ പുരുഷന്മാരുടെ വിചാരം എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ കാണിച്ചാലും വീണ്ടും അവൾ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവൾ വീണ്ടും എന്റെ അടുത്ത് വരുന്നതാണ് ഇവർ ധരിക്കുന്നത്. ഇത്തരം പുരുഷന്മാർ തികച്ചും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അവർക്കറിയാം നിങ്ങളുടെ സ്നേഹം ഫേക്കാണ്, നിങ്ങളുടെ സൗഹൃദം ഫേക്കാണ്, നിങ്ങൾ സെക്സിന് വേണ്ടിയും സാമ്പത്തിക ആവശ്യം വേണ്ടിയാണ് വീണ്ടും അവരെ സമീപിക്കുന്നവർക്കറിയാം. അവർ സ്ത്രീകൾക്കാവട്ടെ ട്രാൻസിനാവട്ടെ അറിയാം. പിന്നെ എന്തുകൊണ്ട് അവര് അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങൾ നമുക്ക് 2 രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇവരുടെ പ്രണയം അല്ലെങ്കിൽ സൗഹൃദം ഫേക്ക് ആണെങ്കിൽ, അത് താല്പര്യമില്ല എങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി തന്നെ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞ് അതിന്ന് പിന്മാറണം. രണ്ടാമത്തെ വേർഷൻ, ഇവന്റെ പ്രണയം സൗഹൃദം ഫേക്കാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിൽ അവനെ സാമ്പത്തികമായി തന്നെ ഉപയോഗിക്കാം. കാരണം അവന്റെ പ്രണയം സൗഹൃദം സത്യസന്ധമല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞ അർത്ഥം ഈ സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരും അങ്ങനെ ആണെന്നല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാർ ഈ സമൂഹത്തിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം.